നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പത്തിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. 1.5 കപ്പ് കടല ഏകദേശം 3 മുതൽ 4 കപ്പ് വരെ വെള്ളം ഒഴിച്ച് തലേദിവസം തന്നെ ഞാൻ കുതിർക്കാനിട്ടിരുന്നു. ഈ കടല നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. കുതിർക്കാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെയാണ് നമ്മൾ കടല വേവിക്കാനായിട്ടും എടുക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളിയും കൂടെ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടല വേവിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിലും എടുത്താണ് ഈ കടല വേവിച്ചത്. അടുത്തതായിട്ട് കടലക്കറിക്ക് ആവശ്യമായ ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു ഗ്രാമ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചുമക്ക് വറുത്തെടുക്കാം. തേങ്ങ ഇതേപോലെ ചുമന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികൾ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ മിശ്രിതം ഒന്ന് ആറിയതിന് ശേഷം വെള്ളം ചേർത്ത് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് താളിച്ച് ഈ കടലക്കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അരപ്പും ചേർത്ത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ നിന്നും ആവിയെല്ലാം ശരിക്കും പോയതിന് ശേഷം മാത്രമേ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പില്ലേ, തേങ്ങയുടെ അരപ്പ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടലക്കറിക്ക് ചാറ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സിക്ക് അതിൽ കുറച്ച് അരപ്പുണ്ടാകുമല്ലോ, കുറച്ച് മിച്ച അരപ്പുണ്ടാകും. അതിനകത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി.
കടലക്കറി തിളച്ച് വരുന്ന സമയത്ത് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. അപ്പം വറുത്തരച്ച നല്ല നാടൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.